എൻ്റെ ഫ്രണ്ടിൻ്റെ ലഞ്ച് ബോക്സിൽ നിന്നാണ് കേട്ടോ ഈ നേന്ത്രപ്പഴമായിട്ടുള്ള മോര് കറി ആദ്യമായിട്ട് ഞാൻ കഴിക്കുന്നത്. എനിക്കെന്നാൽ കറിയുടെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇന്നത്തെ ലഞ്ചിന് ഈ മോര് കറി ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു. അതിനായിട്ട് പഴം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞ് അതിലേക്ക് പച്ചമുളകും വേപ്പിലയും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളവും ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരരപ്പുണ്ടാക്കാനായിട്ട് തേങ്ങയും കുറച്ച് നല്ല ജീരകവും രണ്ടല്ലി വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് വേപ്പിലയും ചെറിയ ഉള്ളിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും ഒഴിച്ചിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുക്കുക. ഈ അരപ്പ് വേവിച്ച് വെച്ചിട്ടുള്ള പഴത്തിലേക്ക് ചേർത്ത് ഈ അരപ്പിൻ്റെ പച്ചമണമൊന്ന് മാറി വരുമ്പോൾ നമുക്ക് മോര് ചേർക്കാം. ഇതിൻ്റെ ടേസ്റ്റ് ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി മോര് ചൂടായിട്ട് വരുമ്പോൾ തീ ഓഫ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് താളിച്ച് ചേർക്കാം. അങ്ങനെ നമ്മുടെ മോര് കറി റെഡിയായി. മോര് കറി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഒരു ചമ്മന്തിയും കൂടെ ഉണ്ടാക്കിയാലോ എന്നൊരു തോന്നല്. അങ്ങനെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന നെല്ലിക്ക 2 എടുത്ത് ഒരു അടിപൊളി ചമ്മന്തി ഉണ്ടാക്കി. തലേ ദിവസത്തെ പോർക്ക് കറിയും ചീരത്തോരനും കുറച്ച് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൂടെ കൂട്ടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ.